പാർട്ടിയോട് പിണങ്ങി പിരിഞ്ഞിട്ടും ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താതെ CPIM നേതാക്കൾ. സുധാകരന്റെ തീരുമാനം ദുഃഖകരമെന്നായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. കപാലികർക്കൊപ്പം പോയതിൽ ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് സുധാകരൻ തകരുമെന്ന് AK ബാലൻ പറഞ്ഞു. സുധാകരനുമായി ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തുറന്നിടുന്ന തരത്തിലായിരുന്നു മന്ത്രി സജി ചെറിയാന്റെയും പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും പ്രതികരണം. വിശദമായ റിപ്പോർട്ടിലേക്ക്. പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോകുന്നവരോട് സ്വീകരിക്കുന്ന കർക്കശ നിലപാടല്ല ജി സുധാകരന്റെ കാര്യത്തിൽ CPIM നേതൃത്വത്തിനുള്ളത്. കുലംകുത്തിയെന്ന് വിളിച്ച് ആക്ഷേപിക്കാതെ സമവായത്തിനുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടുകൊണ്ടാണ് ജി സുധാകരന്റെ നിലപാടിനോടുള്ള CPIM വിമർശനം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി സുധാകരന്റെ തീരുമാനം ദൗർഭാഗ്യകരവും ദുഃഖകരവുമെന്ന് മാത്രമാണ് പ്രതികരിച്ചത്. ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. ജി സുധാകരൻ എന്ന നേതാവ് വളർന്നു വന്ന വഴികൾ ഓർത്തെടുത്തുകൊണ്ടായിരുന്നു AK ബാലന്റെ പ്രതികരണം. കാപാലികർക്കൊപ്പം പോയതിൽ ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് സുധാകരൻ തകരുമെന്ന് AK ബാലൻ ആവർത്തിച്ചു പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ഒരു കാലത്തും ചേർന്ന് നിൽക്കാത്ത കാർക്കശ്യമുള്ള രാഷ്ട്രീയക്കാരനാണ് സുധാകരനെന്ന് ഓർമ്മപ്പെടുത്തി. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജി സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. ആ സുധാകരൻ എങ്ങനെ ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സുധാകരൻ പാർട്ടിയെ ചതിച്ചുവെന്ന് സൂചിപ്പിക്കുമ്പോഴും ആലപ്പുഴയിലെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. നേതൃത്വം അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയും. അതിശയോക്തിപരമായ ഒരു കാര്യവും പാർട്ടിക്ക് മറച്ചു വെക്കാനോ ഒന്നുമില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് മറുപടി പറയും. ജി സുധാകരൻ പാർട്ടി വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ സെക്രട്ടറി R നാസർ പങ്കുവച്ചത്. സുധാകരനെ അവഹേളിച്ചവരെ താക്കീത് ചെയ്തതടക്കമുള്ള കാര്യങ്ങളും R നാസർ സൂചിപ്പിച്ചു. അതേസമയം അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള നീക്കം സുധാകരൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായും ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. MM മണിയും അമ്പലപ്പുഴ MLA H സലാമുമാണ് കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. തനിക്കെതിരെ സുധാകരൻ ചെയ്തതിന്റെ തെളിവുകൾ കൈവശമുണ്ടെങ്കിലും മാന്യത ഉള്ളതുകൊണ്ട് ഒന്നും പുറത്തു പറയുന്നില്ലെന്നായിരുന്നു H സലാമിന്റെ പ്രതികരണം. എതിരെ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൽ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും എൻ്റെ കൈവശം ആ തെളിവുണ്ട്. പക്ഷേ ഞാൻ എതിരേതായി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല. അതെൻ്റെ ഒരു മാന്യതയാണ്. ആ മാന്യത ഞാൻ നിശ്ചയമായിട്ടും അന്ന് പാലിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. ആരെയും കെട്ടിയിട്ടിട്ടില്ലെന്നും സുധാകരൻ മത്സരിച്ചാൽ വെല്ലുവിളിയാകില്ലെന്നും MM മണി. അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് അവിടെ എന്താ പറയാ, അതൊക്കെ പാർട്ടി നേരിടും. അത്ര MM മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം ഷൂവാ. CPIM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ജി സുധാകരനെതിരെ പോസ്റ്ററുകൾ പതിച്ചു. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററാണ് സുധാകരന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഓഫീസിന് മുന്നിൽ പതിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.